ഹലോ ഗായ്, ഇന്ന് നിങ്ങൾക്ക് എന്റെ അമ്മ എങ്ങനെയാ മുടി വെട്ടണം ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോകുമ്പോൾ മിനി ചേച്ചിയുടെ അടുത്ത് പോയിട്ടാണ് മുടി വെട്ടാറുള്ളത്. ഇവിടെ വന്നതിന് ശേഷം സലൂണൊക്കെ കണ്ട കാലം മറന്നുട്ടാ. ഇപ്പോൾ ഏകദേശം മുടിയുടെ തുമ്പ് കണ്ടാൽ ഒരു കോഴിവാല് കണക്കിനായിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ആ ഒരു ഹെയർ കട്ട് വീഡിയോ കാണുന്നത്. എന്നാ പിന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് ഞാനും കരുതി. ആദ്യം മുടി നന്നായിട്ടൊന്ന് ഈരി കെട്ടൊക്കെ ഒന്ന് കളയാട്ടോ. എന്റെ മുടി ഭയങ്കര സിൽക്കിയാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് വെറുതെ അഴിച്ചിട്ടാൽ തന്നെ അത് ഭയങ്കരമായിട്ട് ജട പിടിക്കും. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു 2-3 ബണ്ണ് ഉണ്ടായിരുന്നു. ആ ബണ്ണ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കടക്കലും പിന്നെ നടുവില് പിന്നെ മുടിയുടെ തുമ്പത്ത് ഇങ്ങനെ ഞാൻ ബണ്ണിട്ട് കൊടുത്തു കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, ലെങ്ത് കൂടോ. പിന്നെ ഞാൻ വിചാരിച്ചു നന്നായിട്ട് മുടി ഇങ്ങനെ കൊഴിയുന്നുണ്ട്, അപ്പൊ എന്തായാലും വെട്ടുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് വെട്ടുന്നത് കേട്ടോ. അങ്ങനെ വെട്ടിക്കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത പോലെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇപ്പൊ മുടിയുടെ തുമ്പ് കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് ഒന്ന് നല്ല ഭംഗിയിൽ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും എനിക്ക് ഇഷ്ടമാണ്, 2 സൈഡിലും ഇങ്ങനെ ലെങ്ത് കുറച്ച് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതേപോലെ 2 സൈഡിലും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ കുറച്ച് ലെങ്ത് കുറച്ചിട്ട് വെട്ടി കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ഇതാ മുടി വെട്ടൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാമോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. പിന്നെ പണ്ടൊക്കെ മുടി മുറിച്ചാല് മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു പതിവുണ്ടല്ലോ. അതിന്റെ ഐതിഹ്യമോ ശാസ്ത്രമോ ഒന്നും അറിയില്ലെങ്കിലും അതും ഇപ്പോഴും ഒരു പതിവാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് നനഞ്ഞൊരു സ്ഥലത്താണ് അത് കുഴിച്ചിട്ടത്. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.